ശ്രീ ജോർജ് ജോസഫ്, ലഹരിയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ലഹരി പിടിമുറുക്കി കേരളം മുഴുവൻ. സ്കൂളും കോളേജുകളും ചെറുപ്പക്കാരിലൊക്കെ പിടിമുറുക്കി. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം വെഞ്ഞാറമൂട്ടിൽ എന്ത് സംഭവിച്ചു. അത് ലഹരി അല്ല എന്ന് പറയുന്നെങ്കിലും ലഹരി പോലെ തന്നെയുള്ള ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ കടന്നു കയറി അതിനകത്തുനിന്ന് ധാരാളം വയലൻസ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ കണ്ടുപഠിച്ച് അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് കരുതുന്നവർ തൻ്റെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃത്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കേസ് തന്നെ നമ്മൾ ആലോചിച്ചോളൂ. ഈ വെഞ്ഞാറമൂട്ടെ കേസിൻ്റെ ആ ബോയ്, അയാൾ 2008 വർഷം മുമ്പ് 15 വയസ്സുള്ളപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടി വിഷം അടിച്ച ആളാണ്. അത് വീട്ടുകാർ അപ്പം വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴെന്താണ് 8 വർഷം കഴിഞ്ഞത്? കൊന്നൊടുക്കുകയല്ലേ അവൻ്റെ മനസ്സ്. ആൾക്കാരെ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, സ്വന്തം സഹോദരനെ കൊന്നു, അത് കാമുകിയെ കൊന്നു, വല്യമ്മയെ കൊന്നു, അപ്പൻ്റെ 2 ചേട്ടനെ അവരുടെ ഭാര്യയും കൊന്നു. കൊല്ലുന്ന മാത്രമേ വെട്ടോ 1 or 2 കൊടുത്ത് കൊല്ലുന്നത്. ഭീകരമായിട്ട് മുഖം വികൃതമാകുന്നിടം വരെ അവനെ അടിച്ച് പരത്തുകയാണ്. എന്തൊരു മനസ്സാണ് ആ പയ്യന്. നാട്ടുകാർ മുഴുവൻ നല്ല ഒപ്പീനിയനല്ലേ ആ പയ്യനെ പറ്റി പറയുന്നത്. അവൻ്റെ മനസ്സിൽ എന്താണ് ആളി കത്തുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടില്ല, വീട്ടുകാർക്കും അറിയത്തില്ലോ. ആ വല്യമ്മയെ മാത്രം കൊന്നു നിർത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള കള്ളന്മാർ ഇടി വാങ്ങിച്ചേനെ. ഇവനാണെന്ന് നല്ല സർട്ടിഫിക്കറ്റ് അല്ലേ നാട്ടുകാരും ആരും ബന്ധുക്കൾ ഈ പയ്യന് കൊടുക്കുന്നത്. അവൻ്റെ മനസ്സ് ഇത്ര ക്രൂരമാണെന്ന് ആർക്കും കണ്ടില്ലല്ലോ. ഈ പ്രവൃത്തി കണ്ടപ്പോഴല്ലേ നമുക്ക് തോന്നുന്നത്. നമ്മൾ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികളെ 10-25 വയസ്സിനുള്ളവരുടെ മനസ്സ് അത് ലഹരിയുടെ ഭാഗമുണ്ട്, വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തിരുവനന്തപുരം റൂറൽ നെയ്യാറ്റിൻകര താലൂക്കിലെ കാട്ടാക്കടയ്ക്കടുത്ത് അപ്പൻ്റെ കഴുത്തറക്കുന്ന മകനെ കണ്ടല്ലോ. അത് അവൻ അന്ധവിശ്വാസിയായിരുന്നു. കേടലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ആ അപ്പനെ അമ്മയും സഹോദരിയും ആൻറ്റിയും കൊന്നു, എന്നിട്ട് വീടും തീ കത്തിച്ചിട്ട് അവൻ്റെ മാനസികാവസ്ഥ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നത്? അടിസ്ഥാനപരമായി കോളേജിലും സ്കൂളുകളിലും മൂല്യമുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല. മൂല്യമില്ലാത്ത അധ്യാപകരുടെ ഓർഗനൈസേഷനാണ് കേരളം മുഴുവനുള്ളത്. അവർക്കൊന്നും സമൂഹത്തിനെ കെട്ടിപ്പടുക്കണമെന്നുള്ള ചിന്തയില്ലാത്തവരാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലാണ് നമ്മുടെ കുട്ടികൾ. ഇവരാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചത്. അത് തന്നെയല്ല, രാഷ്ട്രീയക്കാർ കയറിയിട്ട് എല്ലാ കോളേജിലും സ്കൂളിലും ചെറുപ്പക്കാരവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു തലമുറയാണ്. അവർക്കൊന്നും പഠിക്കേണ്ടതല്ല. മാനസിക വളർച്ച ഒരു കുട്ടിക്കുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരും കള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരുമാണ് സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി മൂല്യച്യുതി നടന്നു കഴിഞ്ഞു 10-30 വർഷമായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേരളം വളർന്നിരിക്കുന്നത്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല എന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞാൻ കുറേ നാളുകൊണ്ട് ജനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല 1-ാം തരം ഫ്രോഡാണ് മലയാളികൾ. മലയാളിയെ തോപ്പിക്കാനുള്ള ഫ്രോഡ് കാണിക്കാൻ വേറെ ഇന്ത്യയിൽ ആരുമില്ല. അത്ര ഫ്രോഡാണ്. വല്ലവൻ്റെ പൈസ ഊറ്റി തിന്നാനല്ലാതെ അധ്വാനിക്കാത്ത ആൾക്കാരാണ്. ഒരു കൊടിയും പിടിച്ച് നടന്ന് പാട്ടപ്പിരിവ് നടത്തുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്? അവരൊക്കെ തന്നെ നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ട് മലയാളിക്ക് ഇതിനകത്തുനിന്ന് ഒരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നശിച്ചു പോകും നമ്മൾ. ഒരു തലമുറ, പ്രായമുള്ള തലമുറ കഴിഞ്ഞാൽ മലയാളി എക്സ്റ്റിൻ്റ് ആവുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടികളെ മലയാള ഭാഷ നന്നായിട്ട് പറയാൻ അറിയില്ലല്ലോ ഇവർക്കാർക്കും. കാരണം അത് ഇംഗ്ലീഷീകരിച്ച് കുറച്ച് ഹിന്ദിയുടെ ചേർത്ത് മിക്സ് ചെയ്ത് വരുന്നത്. മലയാളം എക്സ്റ്റിൻ്റ് ആവുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു 10-20 വർഷം കഴിഞ്ഞാൽ മലയാള ഭാഷ സംസാരിക്കാൻ ഇവർക്ക് ആർക്കും കാണില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ വിദ്യാഭ്യാസപരമായി മൂല്യച്യുതി സംഭവിച്ച ഒരു തലമുറ, 2ാമത്തെ തലമുറയെ വാർത്തു. ആദ്യത്തെ തലമുറ പോയി, അവരുടെ മക്കൾ വന്ന 2ാമത്തെ തലമുറയും തകർന്ന് തരിപ്പണമായ കേരളമാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കെട്ടിപ്പടുത്തുകൊണ്ട് വരേണ്ടത്? അതേപ്പറ്റി പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലും അടിസ്ഥാനപരമായി ഈ സംഘടനയായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നിരോധിക്കുകയും അധ്യാപകരെ, സംഘടനാ സ്വാതന്ത്ര്യമുള്ള അധ്യാപകരെ ആ സംഘടനയുടെ ആ ഒരു സാധനം കൂടെ എടുത്തു കളയുകയും ചെയ്തു കഴിഞ്ഞാൽ
ഇവർ അടിസ്ഥാനപരം മനുഷ്യൻ്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന സാറുമാരും രാഷ്ട്രീയക്കാരും മതി. അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മുടെ അധ്യാപകർക്കും ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാരെ ഇപ്പം നമ്മൾ കണ്ടില്ല. ഇതുപോലെ കുട്ടികളെല്ലാം ഓരോരുത്തരെ കൊല്ലുന്ന കണ്ടിട്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ പോയി ഒളിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്, എലക്ട് ചെയ്ത് വരുന്ന ഗവൺമെൻറ് ചിന്തിക്കേണ്ടത് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്യുതി നിധികളെ കൊണ്ടുവരണം. നമ്മളെ സ്കൂളിൽ ഈ ഡ്രഗ്സ് എത്ര കിലോ പിടിച്ചാലും അതിൻ്റെ ഇരട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ മദ്രാസിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. അത് പോലീസ് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സൈസും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 1000 കിലോ പിടിച്ചാൽ 2000 കിലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊന്നും പോലീസിനോ എക്സൈസിനോ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. എന്താണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സാറുമാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം അങ്ങനെ വരണം. അല്ലാതെ കോളേജും സ്കൂളുകളും മുഴുവൻ ആടിപ്പാടി നടക്കുകയാണ്. അടിസ്ഥാനപരമായി ഒരു ശാസ്ത്രബോധമില്ല. അടിസ്ഥാനപരമായി എന്താണ് പഠിക്കേണ്ടതെന്ന് അധ്യാപകർക്കും അറിയത്തില്ല, കുട്ടികൾക്കും അറിയുന്നില്ല.